कृपा करुणा आपके ऊपर बहुतायत से होने पाए. थैंक यू. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പാസ്റ്റർ ക്ലിയർ ആണോ? बिल्कुल. प्रभु का पवित्र नाम को महिमा मिले. प्रभु सबको आशीष देने पाए. ഇന്ന് ഈ സൂം ലൈനിലായിരിക്കുന്ന എന്റെ എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. मेरे साथ आज ये जूम मीटिंग में जुड़े हुए हर एक भाई बहनों को प्रभु यीशु मसीह का प्रेम भरा वंदन में देता हूं. ഞാന് ഒത്തിരി ദൂരത്താണ്, നിങ്ങളിൽ നിന്ന് ഒത്തിരി ദൂരത്താണ് ഇരിക്കുന്നത്. എങ്കിലും ഞാൻ നിങ്ങളോട്, നിങ്ങളുടെ പാട്ടും നിങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെ കേട്ടപ്പോൾ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുന്ന ഒരു അനുഭവത്തിലാണ് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത്. मैं आपसे बहुत दूर में हूं, लेकिन जब आपके साथ जब संगति कर रहा थे मुझे ऐसा लग रहा था मैं आपके बीच में हूं. എന്റെ എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. मेरे हर एक भाई बहनों को यीशु मसीह की पवित्र नाम का प्यार भरा वंदन देता हूं. പരിചയപ്പെട്ട നാൾ മുതൽ ഈ ദിവസം വരെയും എന്നെ ഒരു സ്വന്തം സഹോദരനെ പോലെ കാണുകയും എനിക്കും എന്റെ കുടുംബത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഷിബു പാസ്റ്ററോടും കുടുംബത്തോടുമുള്ള എന്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. प्रभु का दास को जब से परिचय हुआ तब से लेकर आज तक प्रभु की प्रेम भरा सामर्थ्य में बने रहने के लिए, एक भाई की तरह आपस में मिले रहने के लिए, प्रार्थना में जुड़े रहने के लिए अवसर मिला. मैं परमेश्वर को धन्यवाद करता हूं. ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കുവാൻ എന്നെ ക്ഷണിച്ചതിന് ശിവപാസ്റ്റർക്ക് നന്ദി പറയുന്നു. ഞാൻ ഇത് എന്റെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യ സമയമായിട്ട്, ദിവസമായിട്ട് ഞാൻ കാണുകയാണ്. मेरे को मुझे आपका बीच में सेवकाई करने के लिए जो असुलभ अवसर दिया, मैं आप लोगों को धन्यवाद करता हूं. ये मेरे जीवन का एक सबसे धन्य समय करके मैं सोच रहा हूं. ഈ ദേവദാസൻ ഓർപ്പിച്ചതുപോലെ ഈ ലോകമെമ്പാടും വലിയ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മധ്യത്തിൽ ദൈവം നമ്മെ സൂക്ഷിക്കുന്നുവല്ലോ. पूरी दुनिया में बहुत भयंकर रीति से महाबीमारियां फैले हुए हैं. उसके बीच में सर्वशक्तिमान परमेश्वर अपने पंखों तले हमको संभाला हुआ है. ഞങ്ങളായിരിക്കുന്ന ഈ ലണ്ടൻ പട്ടണത്തില് ഇതിന്റെ ഒത്തിരി ഭീകരമായ അവസ്ഥയിലൂടെയാണ് ഈ പട്ടണം കടന്നു പോകുന്നത്. हमारी जिस शहर में मैं हूं, जो लंदन शहर है, उसमें बहुत डर के साथ, भय के साथ हमको जीने का वो नौबत आ रहा है. ഇതിന്റെ മധ്യത്തിൽ ദൈവം ഞങ്ങളെ സൂക്ഷിക്കുന്നു. വീണ്ടും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. प्रभु का दया करुणा अभी तक हमको संभाले हुए है. आगे भी आपकी प्रार्थना हम चाहते हैं. കഴിഞ്ഞ ഏപ്രിൽ മാസം എന്റെ വൈഫ് ഒരു നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഹസ്ബൻഡിനും വൈഫിനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോവിഡ് വന്നതാണ്. पिछला अप्रैल में ये लंदन में शहर में बहुत बड़ा कोविड फैल गया था. मेरी पत्नी क्योंकि नर्स का काम करते हैं, मुझे भी और उनको भी कोविड बीमारी का परेशानी हुआ. ആ സമയത്ത് കോവിഡ് വന്നപ്പോൾ ദൈവം ഞങ്ങളെ അത്ഭുതകരമായി സൂക്ഷിച്ചു. कोविड के बीच में सर्वशक्तिमान परमेश्वर बहुत चमत्कारी के रूप पर हमको संभाला. പ്രിയമുള്ളവരെ, ഈ ഏത് പ്രതികൂലത്തിന്റെ മധ്യത്തിലും നമ്മെ കാത്തു സൂക്ഷിക്കുവാൻ നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. हर एक प्रतिकूल अवस्था में हमको संभालने वाला सिर्फ सर्वशक्तिमान परमेश्वर है. ഈ ദൈവത്തിൽ നമുക്ക് പ്രത്യാശയോടെ നമുക്ക് ഇന്ന് പകൽക്കാലവുമായിരിക്കാം. इस परमेश्वर पे आशा रखते हुए हम आज का दिन भी होने पाए. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്ന വേദപുസ്തകത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ വായിച്ച് സമയം കളയുന്നില്ല. ദൈവദാസന് ഒന്ന് ആ ഭാഗം മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള ഭാഗങ്ങൾ ഒന്ന് വായിക്കണമേ. मत्ती रचित सुसमाचार 14 अध्याय 22 से पढ़ेंगे. तब उसने तुरंत अपने चेलों को नाव पर चढ़ने के लिए विवश किया कि वो उससे पहले पार चले जाए, जब तक वो लोगों को विदा करे. वो लोगों को विदा करके प्रार्थना करने को अलग पहाड़ पर चला गया और सांझ को वह वहां अकेले था.
उस समय नाव झील के बीच लहरों से डगमगा रही थी, क्योंकि हवा सामने की थी। और यीशु रात के चौथे पहर झील पर चलते हुए उनके पास आया। चेले उसको झील पर चलते हुए देखकर घबरा गए और कहने लगे, यह भूत है, और डर के मारे चिल्लाने लगे। तब यीशु ने तुरंत उनसे बातें की और कहा, ढांढस बांधो, मैं हूं, डरो मत। पतरस ने उसको उत्तर दिया, हे प्रभु, यदि तू ही है तो मुझे अपने पास पानी पर चलकर आने की आज्ञा दे। उसने कहा, आ। तब पतरस नाव पर से उतरकर यीशु के पास जाने को पानी पर चलने लगा, पर हवा को देखकर डर गया, और जब डूबने लगा तो चिल्लाकर कहा, हे प्रभु, मुझे बचा। यह यीशु ने तुरंत हाथ बढ़ाकर उसे थाम लिया और उससे कहा, हे अल्पविश्वासी, तूने क्यों संदेह किया? जब वे नाव पर चढ़ गए तो हवा थम गई। इस पर उन्होंने जो नाव पर थे उसे दंडवत करके कहा, सचमुच तू परमेश्वर का पुत्र है। ശുക്രിയ. വളരെ നന്നായിട്ട് ആ വേദഭാഗം ആ കുഞ്ഞു വായിച്ചല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഞാൻ പിള്ളേരുടെ പാട്ട് കേട്ടു. അത് അവര് വളരെ നന്നായി ആത്മാർത്ഥമായിട്ട് അവർ പാടുന്ന കണ്ടപ്പോ ഞാനും ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീർന്നു. താങ്ക് യു. ഓക്കെ, നമ്മൾ ചിന്തിച്ചത് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 22 മുതലുള്ള ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ചത്. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് അല്പമായിട്ട് നമ്മുടെ യേശുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. मत्ती रचित सुसमाचार 22 से 33 तक हमने पढ़ा है. इस भागों में से हम प्रभु यीशु मसीह के बारे में थोड़ा सा ध्यान करेंगे. നമ്മൾ ഈ ചിന്തിക്കുവാൻ പോകുന്ന ഈ ഭാഗത്തിന് തൊട്ട് മുമ്പ് 14-ാം അധ്യായത്തിന്റെ ഇതിന് തൊട്ട് മുമ്പിൽ കാണുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിനെ കാണുവാൻ അനേക ആളുകൾ വന്നു. ആ ആളുകൾ 3 ദിവസമായി യേശുവിനോട് കൂടെ ആയിരുന്ന് വിശന്നപ്പോൾ യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 വരുന്ന പുരുഷന്മാരെ, ഏകദേശം 20,000 പേരെ തൃപ്തരാക്കി അയക്കുന്നത് നമുക്ക് കാണാം. ये जो वचन जहां पढ़ा है उससे ऊपर का भाग को हम देखेगा तो यीशु मसीह के पास उस समय का बहुत देर भीड़ इकट्ठा हुआ. 2-3 दिन लगातार यीशु मसीह के साथ चला. कम से कम 5,000 लोगों को यीशु मसीह 2 मच्छी और 5 रोटी को प्रार्थना कर कर तोड़कर उनको दिया. उस कम से कम 20,000 से अधिक लोग हम उसमें अनुमान कर सकते हैं. वो है उसके ऊपर लिखा हुआ भाग. അവിടെ ആ 14-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, യേശു ഭക്ഷണമെല്ലാം പുരുഷാരത്തിനും കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എല്ലാവരും തിന്ന് തൃപ്തരായി എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ യേശു എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ അത് എന്തെങ്കിലും ചെയ്ത് അത് അങ്ങ് വിടുകയല്ല, നമ്മെ തൃപ്തരാക്കി തീർക്കുന്ന നമ്മെ തൃപ്തരാക്കി തീർക്കുന്നതാണ് യേശുവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. यीशु मसीह की जो भी कार्य है सिर्फ एक काम, ठीक है थोड़ा सा हो गया, ऐसा करके छोड़ने वाला चीज नहीं है. हमारे जीवन में कोई भी काम हो, अगर यीशु मसीह के साथ अगर हम चलेगा तो प्रभु हमको करके तृप्त कराने वाला काम होते हैं. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഈ നമ്മൾ ചിന്തിക്കുവാൻ നമ്മൾ വായിച്ച ഭാഗത്തിലേക്ക് നാം മടങ്ങി വരുമ്പോൾ അവിടെ കാണുന്നത്, ഈ യേശു അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തതിന് ശേഷം ആളുകളെ എല്ലാം പറഞ്ഞയക്കുകയാണ്. ആ കൂടെ ശിഷ്യന്മാരെയും നിർബന്ധിച്ച് പറഞ്ഞയച്ചിട്ട് യേശു തനിയെ പ്രാർത്ഥിക്കുവാൻ കയറിപ്പോകുന്നത് നമുക്ക് കാണാം. वहां ये जो सेवकाई के बाद यीशु मसीह जो बचे हुए रोटी के साथ वो लोगों को भेजते हैं और यीशु मसीह अकेला पहाड़ के ऊपर प्रार्थना करने के लिए जा रहा है. എന്നാൽ യേശു ഇങ്ങനെ ഈ ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ ആ ബോട്ടിന്മേൽ വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയാണ്. जब वो चेला लोग झील के अंदर से जब जा रहे थे, बहुत बड़ा तूफान उनकी नाव के ऊपर लगने लगा. അവരെ മുക്കിക്കളയുവാൻ അങ്ങനെ തിരമാലകൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തിരമാലകളുടെ മുകളിലൂടെ യേശു നടന്നു വരികയാണ്. जो चेले लोगों को डुबाने की तरह बहुत बड़े लहरें समुद्र के अंदर चल रहे थे,
उसके ऊपर से पैदल चलकर प्रभु यीशु मसीह उनके ओर आ रहा है। യേശു അങ്ങനെ വന്നു കഴിയുമ്പോൾ, യേശു കടലിന് മുകളിൽ കൂടെ നടന്നു വന്നു കഴിയുമ്പോൾ, ആ ബോട്ടിൽ ആ കടലിനെയൊക്കെ ശാന്തമാക്കി കഴിയുമ്പോൾ പത്രോസ് ചോദിക്കുകയാണ്, കർത്താവേ, ഞാനും കൂടെ ഈ വെള്ളത്തിന്റെ മുകളിൽ ഒന്ന് നടന്നോട്ടെ. जब चौथे पहर पे यीशु मसीह उनके बीच में उनकी परेशानी के सामने आते वक्त यीशु मसीह को देखकर प्रिय पत्रोस प्रेरित पूछ रहा है, हे प्रभु, अगर तुम है तो मैं भी थोड़ा पानी के ऊपर पैदल चलना चाहता हूं। ആ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഈ വെള്ളത്തിന്റെ മുകളിൽ കൂടി നടന്നുകൊള്ളാൻ പത്രോസിനോട് പറയുക. तब प्रभु ने उनको बोला, ठीक है, तुम चल के आओ, पानी के ऊपर से तुम चल सकते हो। ഈ കാര്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. यही बात है जो आज हम ध्यान करना जा रहा है। ഈ പ്രസംഗത്തിന് നമ്മൾ ഇന്നത്തെ ചിന്താഭാഗത്തിന് ഒരു തലക്കെട്ട് കൊടുക്കാമെങ്കിൽ അതിങ്ങനെയാണ്: പത്രോസിനെ തകർത്ത് കളയുവാൻ, മുക്കിക്കളയുവാൻ വന്ന തിരമാലകൾക്ക് മുകളിലൂടെ പത്രോസിനെ നടത്തുന്ന യേശു. अगर हम ये जो प्रचार को अगर एक हेडिंग देना चाहता है तो उसका हेडिंग में ऐसा आएगा, लहर के ऊपर, लहर से कदम करने वाला, ऊपर से चलने वाला पत्रोस. ഇവിടെ നമ്മൾ കണ്ടു, യേശു ഈ ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ കയറി പോവുകയാണ്. यीशु मसीह 13 लोगों को झील के उस पार जाने के लिए प्रेरणा देने के बाद यीशु मसीह प्रार्थना के लिए पहाड़ के ऊपर जा रहा है. ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ യേശു പ്രാർത്ഥിക്കുവാൻ പോകുന്നതെന്ന് നമുക്കറിയണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 15 മുതൽ 21 വരെയുള്ള ഭാഗങ്ങൾ നോക്കിയാൽ മതി. അത് വായിച്ചു വിടണ്ട, ഞാൻ അത് പറഞ്ഞുകൊള്ളാം. यूहन्ना का रजिस्टर सुसमाचार उसका 6 अध्याय 15 से 21 तक हम पढ़ेगा तो इस जगह के बारे में और थोड़े से अच्छे से लिखा है. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യേശു പ്രാർത്ഥിക്കുവാൻ പോകാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ഓളം വരുന്ന പുരുഷന്മാരെ തൃപ്തരാക്കി. അതുകൊണ്ട് ആ ജനങ്ങൾ വിചാരിച്ചു, ഈ യേശുവിനെ രാജാവാക്കിയാൽ നന്ന് എന്ന് അവർ വിചാരിച്ചു. जब यीशु मसीह 2 मच्छी और 5 रोटी से 5000 पुरुषों को जब तृप्त किया तो उस समय का जो समाज है, जो भीड़ है, यही सोचा हमारे लिए सही है, यीशु मसीह अगर हमारी राजा बनेगा तो हमको कभी रोटी का कमी नहीं पड़ेगा. यही एक कारण है यीशु मसीह पहाड़ के ऊपर रात भर में प्रार्थना करने के लिए गया. ജനങ്ങളെല്ലാവരും കൂടി യേശുവിനെ രാജാവാക്കാൻ ഭാവിച്ചത് കൊണ്ടാണ് അവിടെ യേശു പ്രാർത്ഥിക്കുവാൻ തനിയെ മലമുകളിലേക്ക് കയറി പോകുന്നത്. वहां का जो भीड़ है यीशु मसीह को राजा बनाने की कोशिश किया, इसलिए यीशु मसीह उनके बीच में से चलकर प्रार्थना के लिए गया. എന്നാൽ ഈ 14-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. അവിടെയും യേശു പ്രാർത്ഥിക്കുവാൻ പോകുന്നു എന്ന് നമ്മൾ ഈ 14-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലും കാണാം. അവിടെ യേശു പ്രാർത്ഥിക്കുവാൻ പോകുന്നത് തനിക്ക് വഴിയൊരുക്കുവാൻ വന്ന തന്റെ ബന്ധുവായിരുന്ന സ്നാപക യോഹന്നാന്റെ മരണ വാർത്തയറിഞ്ഞ് ദുഃഖിതനായിട്ടാണ് യേശു പ്രാർത്ഥിക്കാൻ പോകുന്നത്. हम देख सकता है यीशु मसीह 14 वचन के अध्याय में भी यीशु मसीह प्रार्थना के लिए गया. जो हमारा यीशु मसीह के लिए रास्ता बनाने आया, यूहन्ना बपतिस्मा को बारे में जो मृत्यु के बारे में जानकारी मिला, तब उधर प्रार्थना के लिए यीशु मसीह गया. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, യേശു ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ്, തന്റെ കൂടെ നടക്കുവാൻ 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഒരു രാത്രി മുഴുവനും യേശു പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കാണാം. लूकोस रजिस्टर समाचार 5 अध्याय में हम देख सकता है, जब 12 लोगों को चुनने से पहले यीशु मसीह पूरी रात प्रार्थना किया करके हम सुने हैं. പ്രിയമുള്ളവരെ, ഞാനിത് പറയുവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സാക്ഷാൽ ദൈവമായിരുന്നവൻ, യേശു ദൈവമായിരുന്നു. ആ ദൈവം മനുഷ്യാവതാരമെടുത്ത് ഈ ഭൂമിയിൽ വന്ന ദൈവം തന്നെയായിരുന്നവൻ ഈ സാഹചര്യങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചതായിട്ട് നാം കാണുന്നു. हम इसलिए ये प्रार्थना के बारे में खास करके मैं आपको बताना चाहता हूं, यीशु परमेश्वर था. परमेश्वर होकर वो मनुष्य का शरीर पे ये धरती पर होकर भी वो परमेश्वर था, लेकिन फिर भी वो प्रार्थना में बहुतेरे समय को लगाया. യേശുവിന്റെ ജീവിതത്തിൽ ഒരു ദുഃഖം കടന്നു വന്നപ്പോൾ
യേശു പ്രാർത്ഥിച്ചു. യേശു ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ്, ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് യേശു പ്രാർത്ഥിച്ചതായിട്ട് നമ്മൾ കാണുന്നു. അതുകൂടാതെ യേശുവിനെ ജനങ്ങൾ രാജാവാക്കുവാൻ ഭാവിച്ചപ്പോൾ, അതായത് ലോകം യേശു വന്നത് രക്ഷിക്കുവാനാണ്, നമ്മളെ രക്ഷിക്കുവാനാണ് വന്നത്. എന്നാൽ ഈ ലോകം അവനെ രാജാവാക്കി ആ പ്രലോഭനത്തിൽ उल्पड़ादिरिक्कुवानुम യേശു പ്രാർത്ഥിച്ചതായിട്ട് നമ്മൾ കാണുന്നു. पहले यीशु ने प्रार्थना किया यीशु मसीह के चेले लोगों को चुनने के लिए। दूसरी प्रार्थना जब यीशु मसीह को रास्ता दिखाने के लिए आया, यूहन्ना बपतिस्मा का जो मृत्यु का समाचार सुनने के बाद यीशु ने प्रार्थना किया। तीसरी बार हम प्रार्थना के बारे में ये देख सकता है, यीशु मसीह मानव की छुटकारे के लिए आए तो दुनिया ने उसको पकड़कर राजा बनाया। उस परीक्षा से बचने के लिए यीशु मसीह प्रार्थना किया। പ്രിയമുള്ളവരെ, ദൈവം തന്നെയായിരുന്ന യേശുവിന് പ്രാർത്ഥിക്കണമായിരുന്നെങ്കിൽ നമ്മൾ എത്ര അധികമായിട്ട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. परमेश्वर होकर मनुष्य अवतार लेने के बाद इतना प्रार्थना किया हुआ, अगर यीशु को इतना अगर प्रार्थना अगर करना था होता है तो हम लोग कितनी अधिक प्रार्थना करना चाहिए। എന്റെ പ്രിയമുള്ളവരെ, നാം പ്രാർത്ഥനാശീലമുള്ളവരായി തീരണം. मैं आज अपने लोगों को सुनाना चाहता हूं, आप हम सब प्रार्थना का एक बहुत बड़ा आदत हमारे जीवन में रखना है। ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയാണ് അവന്റെ ആയുധം എന്ന് പറയുന്നത്. एक विश्वासी का सबसे बड़ा हथियार है प्रार्थना जीवन। ഒരു വിശ്വാസിക്ക് പ്രാർത്ഥന അവന് പ്രാണവായു പോലെയാണ്. एक विश्वासी के लिए प्रार्थना उनका जो प्राणवायु, जो हवा, जो ऑक्सीजन है वो है। ഈ നമുക്ക് ഈ പ്രാർത്ഥന കൂടാതെ ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ നമുക്ക് പിടിച്ചു നിലനിൽക്കുവാൻ കഴിയുകയില്ല. प्रार्थना के बिना आप मसीह जीवन में रह नहीं सकता। നമ്മുടെ മുറിയിൽ കടന്ന് ഒറ്റയ്ക്ക് ഒരു പായിട്ട് മുട്ടുകുത്തി ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമെങ്കിൽ ലോകത്തിൽ ഒരു ശക്തിക്കും നമ്മെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. आप अपनी कमरे में चादर बिछाकर घुटना लगाकर प्रभु के सामने गिड़गिड़ाएगा तो दुनिया की कोई भी आतंक, कोई भी शक्ति आपको छू नहीं सकता। ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നവനെ മനുഷ്യന്റെ മുമ്പിൽ മുട്ടുമടക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. तो परमेश्वर की चरणों में घुटना टेकने वाले को दुनिया के सामने घुटना टेकने के लिए प्रभु नहीं देगा। നിന്റെ വിഷയത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ നീ പ്രാർത്ഥിച്ചാൽ അതിന് മനുഷ്യന്റെ മുമ്പിൽ കണ്ണുനീരൊഴുക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കുകയില്ല. अगर आप आंसू बहा बहा कर प्रभु की चरणों में अगर प्रार्थना अगर करता है तो आपको कभी भी मनुष्यों के सामने आंसू बहाने का जरूरत नहीं पड़ेगा। പ്രാർത്ഥിക്കുന്നവനെ ലജ്ജിപ്പിക്കാത്ത ഒരു യേശുവുണ്ട്. प्रार्थना करने वालों को कभी लज्जित प्रभु नहीं करेगा। ഞാൻ എന്റെ ജീവിത അനുഭവത്തോട് ചേർന്ന ഞാൻ ഇത് പറയുന്നത്. मैं अपनी जीवन की गवाही के साथ मैं आपको बता रहा हूं। ये ഈ അന്യദേശത്ത് വന്ന സമയത്ത് ഒത്തിരി പ്രയാസങ്ങളിലൂടെയും ഞാനും ഈ വിശ്വാസത്തിൽ വന്ന സമയത്ത് ഒത്തിരി പ്രയാസത്തിലൂടെയൊക്കെ കടന്നു പോകാൻ ഇടയായി തീർന്നു. പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അതിന്മേലെല്ലാം ദൈവം നീക്കുപോക്ക് തരുവാൻ ഇടയായി തീർന്നു. ये अन्य देश में जब आया, मैं नया नया विश्वास में आया, बहुत तेरे भयंकर प्रतिकूल अवस्था को मैं सामना किया, लेकिन प्रभु के सामने घुटना टेकने की वजह से प्रभु ने हमको हर जगह बचाया। ആഹാരത്തിന് പോലും ഞാനും ഭാര്യയും ബുദ്ധിമുട്ടിയ ദിവസങ്ങൾ ഈ യുകെയുടെ മണ്ണിൽ ഉണ്ടായിട്ടുണ്ട്. मैं और मेरी पत्नी अकेले होते थे उस समय इधर। उस समय थोड़ा सा खाने के लिए हम लोगों को मुश्किल पड़ता था। പക്ഷെ ഇന്നുവരെയും ഒരു മനുഷ്യന്റെയും മുമ്പിൽ കൈനീട്ടുവാൻ ദൈവം ഇടയാക്കിയില്ല. किसी व्यक्ति के सामने हाथ बढ़ाने के लिए प्रभु ने नौबत नहीं दिया अभी तक। വിളിച്ചവരെ ലജ്ജിപ്പിക്കാത്ത ഒരു ദൈവമുണ്ട്. अगर आप प्रभु यीशु मसीह को पुकारा है तो वो प्रभु आपको कभी लज्जित नहीं कराएगा। പ്രാർത്ഥിക്കുന്ന ദൈവസഭ, പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാർ എന്നും നമുക്ക് അനുഗ്രഹമാണ്. प्रार्थना करने वाला प्रभु की कलीसिया और प्रार्थना करने वाला प्रभु का दास हर एक लोगों के लिए आशीष की कारण है। ഈ ദൂരത്തിരിക്കുന്ന എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ശിവ പാസ്റ്റർ. मेरे लिए और मेरी परिवार के लिए रोज प्रार्थना करने वाला एक कलीसिया है आपका कलीसिया।
എന്നാൽ സ്വന്തം ദേശം വിട്ട് സ്വന്തം നാട് വിട്ട് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് കർത്താവിനെ കുറിച്ച് പറയുവാൻ നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന ഷിബു പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എത്രയധികമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. जब पूरी दुनिया घर बात को छोड़कर इस देश में आकर सेवकाई करने वाला प्रभु का दास अगर मेरे लिए अगर प्रार्थना करता है तो आपके लिए कितना अधिक प्रार्थना करता होगा. നിങ്ങളെ നടത്തുന്ന ഓരോ ദൈവദാസന്മാരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. आपको अगुवाई करने वाला हर एक प्रभु का दास आपके लिए लगातार प्रार्थना करते हैं. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളോട് ഞാനൊരു കാര്യം പറയുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളെ നടത്തുന്ന ദൈവദാസന്മാരെ ഓർത്ത് നിങ്ങൾ ദിവസവും ഒരു നേരമെങ്കിലും പ്രാർത്ഥിക്കണം. इसलिए जो आज मुझसे सुनने वाला प्रभु का दास दासियों सब लोगों विश्वासियों आपको अगुवाई करने वाला प्रभु का दास लोगों के लिए दिन में एक बार मिनिमम आप उनके नाम लेकर प्रार्थना करना चाहिए. നമ്മൾ വായിച്ച ഭാഗത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ 22-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. हमने मत्ती 14 अध्याय 22वां वचन में यह लिखा है, यीशु मसीह लोगों को छोड़ यात्रा करके चेला लोगों को बोला कि तुम झील के उस पार जाओ करके उनको सम्मति कराया. അവിടെ എഴുതിയിരിക്കുന്നത് ശിഷ്യന്മാരെ നിർബന്ധിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം അവർക്ക് യേശുവിനെ വിട്ടുപിരിയാൻ താല്പര്യമുണ്ടായിരുന്നില്ല. यीशु मसीह वो चेले लोगों को बरबस कराया करके नाव पर चढ़ाया करके लिखा है. इसका मतलब है चेला लोग यीशु मसीह को आगे छोड़कर जाना नहीं चाहता था. പ്രിയമുള്ളവരെ, ഈ യേശുവിനെ രുചിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ യേശുവിനെ വിട്ടുപോകാൻ നമുക്ക് കഴിയില്ല. अगर आप यीशु मसीह को अगर आप चक्कर अगर आप देखेगा तो कभी भी आपको ऐसा न लगेगा यीशु मसीह को छोड़ के जाए. ഈ യേശു നല്ലവനെന്ന് രുചിച്ചറിഞ്ഞാൽ ഈ യേശുവിനെ ഇട്ടിട്ട് പോകാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. अगर यीशु मसीह की बातों को अगर आप जब जानोगे आपको कभी भी यीशु मसीह को छोड़कर जाने का मन नहीं करेगा. 30 വയസ്സ് വരെയും ഈ ദൈവത്തെ അറിയാത്തവനായി ജീവിച്ചവനായിരുന്നു ഈ ഞാനും. 30 उम्र तक ये यीशु मसीह को गहरे से ना जानने वाला व्यक्ति था मैं भी. എന്നാൽ ഈ 30 വയസ്സ് മുതൽ ഇപ്പോൾ എനിക്ക് 50 വയസ്സായി. ഈ 20 വർഷക്കാലം ഈ ദൈവം എന്നെ നടത്തിയതോർത്താൽ ഈ ദൈവത്തെ എനിക്ക് ഒരിക്കലും വിട്ടുപോകാൻ കഴിയില്ല. ये 30 उम्र से अभी तक मुझे 50 साल हुआ. अभी तक प्रभु ने मुझे जो चलाया हुआ बातों को ध्यान करेगा तो मेरे जीवन में कभी भी मैं यीशु मसीह को त्याग कर नहीं जा सकता. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മളെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ബ്രെയിൻ ബുദ്ധിയാണല്ലോ. എന്നാൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ, ഒരിക്കൽ എന്റെ ഈ ബുദ്ധി പോയാലും ഈ ദൈവത്തെ ഒരിക്കലും വിട്ടുപോകുവാൻ ഇടയായി തീരില്ലേ എന്ന് ഞാൻ പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. मैं हमेशा प्रभु से प्रार्थना करता, पिताजी अगर मेरी बुद्धि भी काम नहीं करता लेकिन मेरे जीवन में एक पलक भी आपको छोड़कर ना जाने पाए. അത്ര നല്ലവനാണ് ഈ യേശു. उतना बहुत अच्छे है मेरा प्रभु यीशु. ഈ വായിച്ച 24-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യേശു പറഞ്ഞതനുസരിച്ച് യാത്ര തുടങ്ങിയ ശിഷ്യന്മാരുടെ പടകിൽ കാറ്റടിക്കാൻ തുടങ്ങുകയാണ്. यीशु ने भेजा हुआ चेले लोगों को नाव के ऊपर देखो बड़े तूफान लगने लगा. ഇതേ സംഭവം യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗത്ത് വായിക്കുന്നത് അവരുടെ പടകിന്മേൽ കൊടുങ്കാറ്റടിച്ചു എന്നാണ് വായിക്കുന്നത്. वहां हम देख सकते हैं यूहन्ना का यही बातों को यूहन्ना जब लिखता है वहां लिखा है चेले लोगों को नाव के ऊपर बहुत बड़ा भयंकर तूफान लगा करके लिखा है. നമ്മളിത് വായിക്കുമ്പോൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്, യേശുവാണ് ശിഷ്യന്മാരെ പറഞ്ഞയച്ചത്. യേശു പറഞ്ഞിട്ട് യാത്ര തിരിച്ചാൽ അതിൽ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ, ഇതുപോലെ പ്രതിസന്ധി ഉണ്ടാകുമോ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. यीशु मसीह ने चेले लोगों को भेजा है. अगर यीशु मसीह भेजा है तो यीशु मसीह के पीछे निकला है तो कैसे जीवन में परेशानी आ सकता है क्या?
യേശുവിന്റെ ജീവിതത്തിൽ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി കടന്നു വന്നതുകൊണ്ടാണ് ഈ കടലിനെയും കൊടുങ്കാറ്റിനെയും അടക്കുന്ന സയൻസിനപ്പുറമായിട്ട് കടലിന്റെ മുകളിൽ നടക്കുന്ന യേശുവിനെ അവർക്ക് പരിചയപ്പെടാൻ, ആ യേശുവിനെ കുറിച്ച് അവർക്ക് അറിയുവാൻ കഴിഞ്ഞത്. इनके जीवन के सामने इतनी बड़ा तूफान लहरें उठा, उसके ऊपर प्रभु ने हुक्म देकर उसको शांत किया. इसी की वास्ते वो लोगों को पता चला यीशु मसीह तूफान के ऊपर अधिकार पाया हुआ, प्रकृति के ऊपर अधिकार पाया हुआ परमेश्वर है करके पता चला. പ്രിയമുള്ളവരെ, ഈ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളും പരീക്ഷകളും ഇല്ലായ്മകളും രോഗങ്ങളുമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ വ്യത്യസ്തമാക്കി തീർക്കുന്നത്. हमारे जीवन में जब हम यीशु मसीह के साथ होते हैं, हमारे जीवन का सामना में आने वाला अलग अलग रोगों, अलग अलग परेशानियां, अलग अलग मुसीबतें हैं, हमको यीशु मसीह के करीब और लाते हैं. ഈ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഈ യേശുവിനെ കൂടുതൽ നന്നായി അടുത്തറിയുവാൻ കഴിയുന്നത്. हमारी जीवन की परेशानी की समय पर है हम यीशु मसीह को करीब से जानने का मौका मिलता है. യേശു പറഞ്ഞിട്ട് ആണ് നീ യാത്ര ചെയ്യുന്നതെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, നിന്റെ വിഷയത്തിന്റെ മേൽ പരിഹാരമായി യേശു കടന്നു വരുവാനിടയായി തീരും. अगर आप यीशु मसीह की बात को लेकर निकला है तो तुम्हारी जीवन में चाहे कितने भी कठिनाई आया है, उसका परिहार उत्तर प्रभु करेगा. സങ്കീർത്തനം 34 സങ്കീർത്തനം അതിന്റെ 19 വാക്യത്തിൽ പറയുന്നത്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എന്നാൽ അതുകൊണ്ട് നീതിമാൻ തീർന്നു പോകുമെന്നല്ല പറയുന്നത്, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു എന്ന് സങ്കീർത്തനം പറയുക. भजन संहिता 34 का 19वां वचन में यह लिखा है, धर्मी की बहुत तेरे अनर्थ बहुत सी विपत्तियां पड़ती तो हैं, परंतु यहोवा उन सब से उनको मुक्त करता है. ഒരു ഭക്തന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വരികയില്ലെന്നല്ല പറയുന്നത്, അവന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നാലും അവയെല്ലാറ്റിൽ നിന്നും ദൈവം അവനെ വിടുവിക്കുന്നു എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. परमेश्वर का पवित्र वचन हमको ये शिक्षा देता है, प्रभु की बच्चे के जीवन में परेशानियां मुश्किलें नहीं आएगा करके नहीं, चाहे आ जाए उनको जीवन की हर एक कठिनाइयों में प्रभु उनको छुड़ाता है. നീ തകർന്നു പോകാൻ, ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ തകർന്നു പോകാൻ ഈ ദൈവം ഇടയാക്കുകയില്ല. जीवन की परेशानियों के सामने में तुम टूट जाने के लिए प्रभु अवसर नहीं देगा. അവിടെ അതിന്റെ 14 അധ്യായത്തിന്റെ 24-25 വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്, അവരുടെ ശിഷ്യന്മാർ സഞ്ചരിച്ചിരുന്ന ബോട്ട് പല നാഴിക വിട്ട് ദൂരത്തായി എന്ന് നമ്മൾ വായിക്കുന്നു. हम देख सकते हैं उसका 24 मत्ती सुसमाचार 14 का 24 और 25 में यह लिखा है, चेले लोगों का जो नाव है झील के बीच लहरों से डगमगा रही थी, क्योंकि सामने की थी. ഈ ശിഷ്യന്മാർ സഞ്ചരിക്കുന്നത്, ഇതൊരു കടലെന്ന് പറഞ്ഞാലും ഇതൊരു വലിയ തടാകമാണ്. അതിനെ കടലെന്ന് വേദപുസ്തകം പറയുന്നതേ ഉള്ളൂ. ये जो समुद्र करके जो बाइबल में लिखा है, ये बहुत बड़ा जो हम लोग देख रहे हैं समुद्र जैसा नहीं है, ये एक हालेलुया तालाब जैसा है, बहुत बड़ा. 4-5 നാഴിക എന്ന് പറയുന്നത്, അത് യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ കൃത്യമായി പറയുന്നുണ്ട്. അവർ പല നാഴിക എന്ന് പറയുന്നത് കൃത്യമായി പറയുന്നു, 4-5 നാഴിക എന്നവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. वहां ये चौथे पहर करके लिखा है, यूहन्ना का सुसमाचार में लिखा है 4-5 पहर करके लिखा है. ഈ ഗലീല കടലിന്റെ ആകെ വീതി എന്ന് പറയുന്നത് 8 കിലോമീറ്ററാണ്. जो गलीली समुद्र जो बाइबल में लिखा है उसका जो चौड़ाई है सिर्फ 8 किलोमीटर है. എന്നാൽ ഈ ശിഷ്യന്മാർ യാത്ര തിരിച്ചത് സന്ധ്യാസമയത്താണ്, അതായത് വൈകുന്നേരം ഒരു 6 മണിക്കൊക്കെയാണ് അവർ യാത്ര തിരിച്ചത്. എന്നാൽ ഈ യേശു നടന്നു വരുന്ന, കടലിന്റെ മീതെ നടന്നു വരുന്ന ആ സമയം എന്ന് പറയുന്നത് നേരം വെളുത്ത സമയമാണ്. हालेलुया. यीशु मसीह की चेले लोग जो यात्रा किया संध्या समय
हम अनुमान कर सकते 6 बजे, लेकिन यीशु मसीह ये लहरों के ऊपर से पैदल चल के आ रहा है सुबह का समय पर। എന്ന് പറഞ്ഞാൽ ഈ പരിചയസമ്പന്നരായ ഈ കടലിൽ തന്നെ അവർ ജീവിക്കുന്ന ഈ ശിഷ്യന്മാർ ഈ 9 മണിക്കൂർ സമയം, ഏകദേശം 9 മണിക്കൂർ സമയം കൊണ്ട് അവർക്ക് ഈ ബോട്ടിൽ പോകാൻ കഴിഞ്ഞത് വെറും 5 കിലോമീറ്റർ മാത്രമാണ്. ये समुद्र के अंदर मछली पकड़कर काम करने वाला, उसी परिचय रखने वाला ये चेला लोग ये 8 किलोमीटर का जो समुद्र को पार करने के लिए 9 घंटे में भी वो 5 किलोमीटर नहीं चल पाया. ശിഷ്യന്മാരുടെ പ്രതീക്ഷയെല്ലാം ഈ 9 മണിക്കൂർ കൊണ്ട് അവരുടെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു. ये 9 घंटे के बीच में चेले लोगों का जीवन का पूरी आशा खत्म हो गए थे. അവരുടെ ആരോഗ്യമെല്ലാം തുഴഞ്ഞ് അവരുടെ ആരോഗ്യമെല്ലാം ക്ഷയിക്കുവാനിടയായി തീർന്നു. वो लोग नाव को चलाते चलाते वो लोग पूर्ण रूप से थक गए. അപ്പോഴാണ് 4-ാം യാമത്തിൽ യേശു കടലിന് മീതെ നടന്നു വരുന്നത്. तब देखो चौथा पहर पर यीशु समुद्र की लहर के ऊपर से चल के आ रहा है. റോമക്കാരുടെ സമയമനുസരിച്ച് രാത്രിയെ 4ആയി തിരിച്ചിരിക്കുന്നതാണ് ഈ 4 യാമങ്ങൾ എന്ന് പറയുന്നത്. रोमा लोगों का समय का अनुमान के अनुसार रात्रि को वो लोग 4 पहर में बांटा जाता है. 1-ാം യാമത്തിൽ യേശു വന്നില്ല. पहला पहर में यीशु मसीह नहीं आया. 2ാമത്തെയോ 3ാമത്തെയോ യാമത്തിൽ യേശു വന്നില്ല. दूसरे या तीसरे पहर में यीशु मसीह नहीं आया. ശിഷ്യന്മാരുടെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നതെല്ലാം അസ്തമിച്ചു. चेले लोगों को जो आशा थे वो आशा जब खत्म हुआ तब പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെയാണ്. ചിലപ്പോൾ 1-ാം യാമവും 2-ാം യാമവും 3-ാം യാമവും ഒക്കെ കഴിഞ്ഞെന്ന് വരാം. हो सकता है हमारा जीवन में भी कुछ एक बातों को जब हम सामना करते हैं, पहला पहर, दूसरा पहर, तीसरा पहर भी खत्म हो चुका होगा. നമ്മുടെ ജീവിതത്തിൽ നാം പ്രയാസം അനുഭവിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, നാം ദൈവസന്നിധിയിൽ വീണ് കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം വരാതെ നമ്മുടെ യാമങ്ങൾ കഴിഞ്ഞു പോകുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. कभी कभी कुछ एक बातों को जब हम सामना करते वक्त प्रभु के सामने हम घुटना टेकते हैं, लिटे रहते हैं, प्रार्थना करते हैं, रोते हैं, उपवास करता है, लेकिन ये 1, 2, 3 पहर हम लोगों को बहुत मुश्किल होता है आगे बढ़ना. എന്നാൽ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നീ നേരിടുന്ന പ്രശ്നത്തിന്റെ മധ്യത്തിൽ നിനക്ക് ഉത്തരം കാണാതിരിക്കുമ്പോഴും നീ തളർന്നു പോകരുത്, മടുത്തു പോകരുത്. मैं आपको, मेरे प्रिय लोगों, मैं आपको बताना चाहता हूं, आप जो सामना करने वाला जीवन का, हालेलुया, मुकाबला करने वाला जीवन का कोई भी बात हो, उस पे आप तके ना जाए. നീ പ്രതീക്ഷിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ഒരു മറുപടി, ദൈവത്തിന്റെ ഒരു കരം നിന്റെ വിഷയത്തിന്റെ മേൽ കണ്ടെന്ന് വരികയില്ല. जब आप सोच रहा है उस समय परमेश्वर की हाथ उधर हो सकता है आप देख नहीं पा रहा होगा. നാം പ്രതീക്ഷിക്കുന്ന സമയത്തല്ല ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. हमारी समय पर नहीं प्रभु की कार्य होते हैं. പക്ഷേ ഒരു 4-ാം യാമമുണ്ടെന്ന് മറന്നു പോകരുത്. ഒരു 4-ാം യാമമുണ്ട്, അതാണ് ദൈവത്തിന്റെ സമയം. ആ സമയത്ത് കർത്താവ് നമ്മുടെ പ്രശ്നത്തിന് ഉത്തരവുമായി കടന്നു വരും. लेकिन आप याद कीजिएगा, परमेश्वर को एक समय है, हो सकता है वो चौथे पहर हो, वो समय प्रभु अपनी समय पर ही आपके लिए आपकी परेशानियों को सामने से चलकर आएगा आपके पास. നീ താമസിച്ചു പോയെന്നും താമസിച്ചു പോയെന്നൊക്കെ, താമസിച്ചു പോയി, ഇനി ഒത്തിരി വൈകിപ്പോയല്ലോ എന്നൊക്കെ ചിലപ്പോൾ നീ ചിന്തിക്കുന്നുണ്ടാവാം. आप कभी सोच रहे होगा, यो प्रभु जी बहुत लेट हो गया, मेरा जीवन इतनी कठिनाइयों का सामना कर रहा है, लेकिन प्रभु का टाइम तुम्हारे लिए जब होगा तब प्रभु तुम्हारे जीवन में आएगा. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നാം ആരാധിക്കുന്ന ദൈവത്തിന് സമയം പ്രശ്നമല്ല. हम जो जिसका उपासना करता है, जो परमेश्वर को के लिए समय कोई बड़ी बात नहीं है. നമ്മുടെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സമയമധികം വേണ്ട. हमारे प्रभु को कार्य करने के लिए समय को बहुत ज्यादा जरूरत नहीं है.
ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് അവർ ചെങ്കടലിന് മുമ്പിൽ വന്നപ്പോൾ അവരുടെ മുമ്പിൽ പ്രതികൂലമായി നിന്ന ചെങ്കടലിനെ വിഭാഗിക്കുവാൻ ഒരു രാത്രിയെ ദൈവത്തിന് വേണ്ടി വന്നുള്ളൂ. जब इस्राएली लोग मिस्री की गुलामी से जब आगे कनान देश की ओर जा रहे थे, उनके सामने आया हुआ बहुत बड़ा लाल समुद्र को पार करने के लिए प्रभु को सिर्फ एक रात्रि काफता. മരിച്ചു കിടന്ന ലാസറിനെ ഉയർപ്പിക്കുവാൻ ഒരു വാക്കേ വേണ്ടി വന്നുള്ളൂ. जो मरे हुए लाजर को चौथे दिन के बाद आकर उसको जिलाने के लिए हमारे प्रभु के लिए एक शब्द काफी था. ഈ ഭൂമിയിൽ കാണുന്ന സകലതും ഉണ്ടാക്കുവാൻ ദൈവത്തിന് ഉണ്ടാകട്ടെ എന്ന ഒരു വാക്ക് മതിയായിരുന്നെങ്കിൽ देखी अनदेखी चीजों को जो हमारी इस भूमि के ऊपर हम जो देख रहा है, हमारा परमेश्वर के लिए एक शब्द काफी था. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സമയം അധികം വേണ്ട, സമയം വൈകിപ്പോയിട്ടില്ല. हालेलुया. प्रभु की लोगों, आपके लिए कार्य करने के लिए अधिक समय प्रभु को नहीं चाहिए. समय बहुत ज्यादा नहीं हुआ. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ പ്രതീക്ഷ കൈവിടരുത്, പ്രത്യാശ കൈവിടരുത്. ഈ ദൈവത്തെ നാം മുറുകെ പിടിച്ചുകൊള്ളണം. लेकिन एक ही काम है, बाढ़ जो ना आशा न टूटे. 27 വാക്യത്തിൽ ഇങ്ങനെ യേശു അവരോട് പറയുകയാണ്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. उसका 27वां भजन में यीशु उनके पास आकर बोलता है, ढाढ़स बांधो, मैं हूं, डरो मत. പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇന്ന് കർത്താവ് ദൈവം നമ്മോട് പറയുന്നത്, നീ പേടിക്കേണ്ട, ധൈര്യത്തോടെ ഇരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുക. प्रतिकूल अवस्था में आज जो सामने करने वाली बहन, मेरे भाई, आज प्रभु आपको कह रहा है, ढाढ़स बांधो, प्रभु है, डरो मत. 23-ാം സങ്കീർത്തനത്തിൽ അതുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ പറഞ്ഞത്, കൂരിരുൾ താഴ്വരയിലൂടെ എന്ന് പറഞ്ഞാൽ മരണത്താഴ്വരയിലൂടെ ഞാൻ കടന്നുപോയാലും ഞാൻ ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. 23वां भजन संगीता में प्रभु का दास दाऊद इस प्रकार लिखा है, चाहे मैं मृत्यु की तराई होकर जाना पड़े, मैं नहीं डरूंगा, क्योंकि प्रभु मेरे संग है. ദൈവത്തെ ആരാധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവം നിന്നോട് കൂടെയുണ്ട്. वो प्रभु यीशु मसीह को अपना दिल में रखा हुआ मेरा बहन, मेरा भाई, मेरे बच्चे, प्रभु आपके साथ है. അവൻ നിന്നെ ഒരിക്കലും അനാഥയായി വിടുകയില്ല. कभी तुमको अनाथ नहीं छोड़ेगा. അതിന്റെ 28-ാം വാക്യത്തിലോട്ട് വരുമ്പോ പത്രോസ് കർത്താവിനോട് ചോദിക്കുക, കർത്താവെ, നീ ആകുന്നുവെങ്കിൽ ഈ വെള്ളത്തിന്മേലെ ഞാനും ഒന്ന് നടന്നോട്ടെ എന്ന് പത്രോസ് ചോദിക്കുന്നത് നമുക്ക് കാണാം. उसका 28वां वचन में प्रिय प्रेरित पत्रोस प्रभु से पूछ रहा है, हे प्रभु, यदि तू ही है तो मुझे अपने पास पानी पर चलकर आने के लिए आज्ञा दे. അപ്പോൾ യേശു പറയാണ്, 29-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, യേശു പറയാണ്, വരിക എന്ന് പറഞ്ഞു എന്ന് നമ്മൾ കാണുകയാണ്. നോക്കണമേ, പത്രോസ് ചോദിച്ചത്, കർത്താവെ, നീ ആകുന്നുവെങ്കിൽ ഞാൻ ആ വെള്ളത്തിലോട്ടൊന്ന് ഇറങ്ങിക്കോട്ടെ എന്നാ ചോദിച്ചത്. हालेलुया. पत्रोस वहां यीशु से पूछा गया, प्रभु जी अगर तुम है तो मैं पानी में उतरूं. പത്രോസ് ആണ് ചോദിച്ചതെങ്കിലും, പത്രോസ് ഒരൊറ്റ വ്യക്തിയാണ് ചോദിച്ചതെങ്കിലും യേശു പറഞ്ഞത് വരിക എന്ന് എല്ലാവരോടും കൂടിയാ പറഞ്ഞത്. लेकिन यीशु ने सब जनों को कहा, आ जाओ. एक व्यक्ति ആ വിളി കേട്ട, വരിക എന്ന ആ വിളി കേട്ട ആ 12 ശിഷ്യന്മാർക്കും ആ ബോട്ടിൽ നിന്ന് വെള്ളത്തിൽ ഇറങ്ങി നടക്കാൻ അവസരമുണ്ടായിരുന്നു. वो बात यीशु मसीह की आंख को, शब्द को, हुक्म का, आज्ञा का शब्द को सुनने वाला 12 चेलों को भी एक असुलभ अवसर था पानी के ऊपर चलकर प्रभु के पास जाने का. എന്നാൽ പത്രോസ് മാത്രമാണ് വിശ്വാസത്തോടെ ആ ബോട്ടിൽ നിന്ന് ആ കടലിലോട്ട് കാല് വെച്ചിറങ്ങിയത്. लेकिन हम देख सकते हैं पत्रोस अकेला है जो पैर पानी के ऊपर रखकर विश्वास के साथ चलने लगा. അതുകൊണ്ട് പത്രോസിന് മാത്രമാണ് ആ വെള്ളത്തിന് മുകളിലൂടെ നടക്കാൻ പറ്റിയുള്ളൂ. सिर्फ पत्रोस को ही पानी के ऊपर से चलने का मौका मिला. അതുകൊണ്ട് പത്രോസിന് മറ്റാർക്കും പറയാൻ കഴിയാത്ത ഒരു സാക്ഷ്യം പത്രോസിന് ലഭിച്ചു. इसलिए पत्रोस के लिए एक बहुत बड़ा गवाही जो दूसरा नहीं बोल सकता मिला.
മറ്റു 11 പേർക്കും പറയാൻ കഴിയാത്ത സാക്ഷ്യം പത്രോസിന് ലഭിച്ചത് ഇതാണ്: ഞാൻ യേശുവിനോട് കൂടെ വെള്ളത്തിന്റെ മുകളിൽ നടന്നു. वो क्या गवाही है कि मैं यीशु के साथ पानी के ऊपर चला. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വാക്ക് കേട്ട് നീ നടക്കാമെങ്കിൽ മറ്റുള്ളവർക്ക് പറയാൻ കഴിയാത്ത ഒരു സാക്ഷ്യം ദൈവം നിന്റെ ജീവിതത്തിൽ നിനക്ക് തരും. अगर आप प्रभु की बात को गहराई से सुनकर अगर आप चलने लगेगा तो जो दुनिया नहीं बोल सकता इतनी बड़ी गवाही तुम अपनी जीवन में पाओगे. യേശുവിന്റെ വിളിക്ക് വിശ്വാസം വെച്ച് ഇറങ്ങാൻ കഴിഞ്ഞത് പത്രോസിന് മാത്രമാണ്. यीशु मसीह की पुकार को विश्वास के द्वारा उतरने के लिए सिर्फ पत्रोस को ही मौका मिला. ഈ പത്രോസ് വെള്ളത്തിന്മേൽ നടക്കുന്നതെന്ന് നോക്കിക്കേ. आप देख लीजिए पत्रोस ये पानी के ऊपर से किस तरीके से चल रहा है. അതുവരെയും പത്രോസിനെ തകർത്ത് കളയുവാൻ ആഞ്ഞടിച്ചുകൊണ്ടിരുന്ന തിരമാലകൾ പത്രോസിന്റെ കാൽ കീഴാണിപ്പോൾ. हालेलुया. देखो पत्रोस को कदम करने वाला लहरें देखो अभी पत्रोस के पांव के नीचे आ गया. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഇതാ യേശുവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. यही है यीशु मसीह का काम. യേശുവിനെ വിശ്വസിച്ചിറങ്ങുന്നവന്റെ കാൽ കീഴാക്കി പ്രതികൂലത്തെ കൊടുക്കുന്ന യേശു. यीशु मसीह के विश्वास के साथ जो व्यक्ति निकलता है उसकी प्रतिकूल अवस्था को उनकी पैर के नीचे करते हैं. യേശു പറയുന്നത് കേട്ട് പറയുന്നതനുസരിച്ച് നീ വിശ്വാസത്തിൽ ചുവടുകൾ വെച്ചാൽ, ഹല്ലേലൂയ, പ്രതികൂലം നിന്നെ മുക്കിക്കളയുകയല്ല, നീ പ്രതികൂലത്തിനു മീതെ ഉയരുകയാണ്. प्रतिकूल अवस्था के समय पर यीशु की वजन के द्वारा तुम पैरे लगे निकालेगा तो प्रतिकूल अवस्था तेरे को डुबाएगा नहीं, प्रतिकूल अवस्था तेरी पांव के नीचे आएगा. ഈ പത്രോസ് എങ്ങനെ വിശ്വാസത്തിൽ ഈ നടന്നു എന്ന് നമുക്ക് അറിയണമെങ്കിൽ ഈ പത്രോസിനെ നമ്മളൊന്ന് ക്ലോസ് ആയിട്ട് പഠിക്കണം. पत्रोस को थोड़ा सा नजदीक अगर हम पढ़ेगा तभी हमको पता चलेगा पत्रोस किस तरीके से पानी के ऊपर चलने लगा. നോക്കണമേ, ഈ പത്രോസ് ഈ കർത്താവ് ഇവരെ വരിക എന്ന് പറഞ്ഞപ്പോൾ ഈ 12 ശിഷ്യന്മാർ ബോട്ടിൽ ഇരിക്കുക. പക്ഷെ പത്രോസ് ബോട്ടിൽ നിന്ന് വെള്ളത്തിലോട്ട് ഇറങ്ങിയപ്പോൾ ഈ 11 ശിഷ്യന്മാരെ പത്രോസ് നോക്കിയില്ല. हालेलुया. जब यीशु मसीह ने पत्रोस को सबको बोला आ, तब पत्रोस बाकी लोग आ रहे क्या नहीं आ रहा करके नहीं देखा. ഈ ബോട്ടിലിരിക്കുന്ന മറ്റു 11 ശിഷ്യന്മാരും പത്രോസിനോട് പറഞ്ഞു കാണും, പത്രോസെ നീ വെള്ളത്തിലോട്ട് ഇറങ്ങരുത്, ഇറങ്ങിയാ മുങ്ങിപ്പോകുമെന്ന് അവര് പറഞ്ഞു കാണും. हो सकता है बाकी 11 चेले लोग पत्रोस को बोला होगा तुम क्यों बिना मतलब का कार्य को कर रहे हो, तुम ऐसा मत करो, पानी बहुत बड़ा गहरा है करके उसको बोला होगा, कमजोर किया होगा. പക്ഷേ ശിഷ്യന്മാരുടെ വാക്കിനേക്കാൾ യേശുവിന്റെ വാക്കിന് പത്രോസ് വില കൊടുത്തു. लेकिन यीशु मसीह की वजन को पत्रोस ज्यादा कीमत दिखाया. പ്രിയമുള്ളവരെ, ഈ യേശുവിന്റെ പിന്നാലെ നമുക്കും നടക്കണമെങ്കിൽ വിശ്വാസത്തിൽ വരാത്തവരുടെ വാക്ക് നാം കേൾക്കരുത്. अगर यीशु के साथ अगर आपको सही ढंग से चलना हो तो दुनिया की बातों से आपको अपनी सिर को मोड़ना पड़ेगा. വിശ്വാസത്തിൽ വരാത്തവർ നിന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കും. അവരുടെ വാക്ക് കേട്ടാൽ നമുക്ക് യേശുവിനെ പിൻപറ്റാൻ കഴിയില്ല. जो व्यक्ति विश्वास में नहीं आया वो व्यक्ति हमेशा आपको पीछे को ही खींचेगा. രണ്ടാമത് നമുക്ക് പത്രോസിൽ നിന്ന് പഠിക്കാനുള്ള കാര്യം, പത്രോസ് തിരമാലകളെ നോക്കിയില്ല. वहां हम देख सकता है पत्रोस हम एक और पाठ पढ़ सकता है, वो लहरों की ओर नहीं देखा. പത്രോസ് കൊടുങ്കാറ്റിനെ നോക്കിയില്ല. पत्रोस बड़े महा तूफान को नहीं देखा. നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ചിലപ്പോൾ യേശുവിനെ പിൻപറ്റാൻ കടന്നു വന്നേക്കാം. जब यीशु मसीह के पीछे होते बहुत तेरे कठिन बातें हमारे जीवन में आ सकता है. എന്നാൽ അതിനെ നോക്കിയാൽ അതിൽ യേശുവിനെ നമുക്ക് പിൻപറ്റാൻ കഴിയില്ല. अगर आप उसकी ओर ध्यान करेगा तो आप यीशु मसीह के पीछे नहीं जा सकता. മറ്റു ശിഷ്യന്മാർക്കൊക്കെ തിരമാലയും കൊടുങ്കാറ്റിനെയും നോക്കി ഇറങ്ങാതെ ഇരുന്നപ്പോൾ പത്രോസ് തിരമാലകളെയോ കൊടുങ്കാറ്റിനെയോ നോക്കാതെ യേശുവിനെ നോക്കി വെള്ളത്തിലേക്ക് ഇറങ്ങി. बाकी चेले लोगों को जो यीशु मसीह की पुकार मिला, लेकिन वो लोग लहरों की ओर देखा, तूफान की ओर देखा, लेकिन पत्रोस ये दोनों नहीं ध्यान किया. മറ്റൊരു കാര്യം നമുക്ക് പത്രോസിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നത്, ഈ പത്രോസ് അല്ലെങ്കിൽ ശിഷ്യന്മാരെന്ന് പറയുന്നത് ഈ 12 പേരും അവർ മുക്കുവരാണ്. അവർ ജനിച്ചപ്പോൾ തന്നെ അവർ ഈ കടലിൽ കൂടെ അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ്.
हम बाकी देख सकते हैं इस चेले लोगों में अधिक भाग लोग मछली पकड़ मछुआर लोग है, ये लहरों के बारे में अच्छे से जानता है। എന്നാൽ ഈ പത്രോസ് ആ കഴിവിലും ആശ്രയിച്ചില്ല, ദൈവത്തിൽ മാത്രം ആശ്രയിച്ചാണ് പത്രോസ് വെള്ളത്തിലേക്ക് ഇറങ്ങിയത്. वहां पत्रोस उसके बारे में भी भरोसा नहीं रखा, प्रभु की आवाज को सिर्फ सुना, वो पानी में पैर रखा। പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ നടപ്പെന്ന് പറയുന്നത് യേശുവിൽ മാത്രം ആശ്രയിച്ചായിരിക്കണം. നമ്മുടെ കഴിവിൽ ആശ്രയിച്ചാൽ നമുക്ക് നടക്കാൻ കഴിയില്ല. आपकी विश्वास जीवन का जो यात्रा है सिर्फ यीशु पर रखना है, तभी आप यात्रा कर पाओगे। ഈ പത്രോസ് വെള്ളത്തിന്റെ മീതെ നടന്നപ്പോൾ പത്രോസിന്റെ നോട്ടം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ യേശുവിന്റെ മുഖത്തായിരുന്നു. जब पत्रोस जो पानी में पैर रखा तो पत्रोस का आंग प्रभु की आंग की ओर थे। എപ്പോൾ പത്രോസ് യേശുവിന്റെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റി ആ തിരമാലയെ നോക്കാൻ പോയോ അപ്പോഴാണ് പത്രോസ് മുങ്ങാൻ തുടങ്ങിയത്. जब पत्रोस यीशु मसीह की मुंह से अपनी आंगों को हटाया, लहरों की ओर आंग लगाने लगा, तो तब पत्रोस डूबने लगा। അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നാം താണു പോകാതെ നമുക്ക് വിശ്വാസ ജീവിതത്തിൽ ചുവടുകൾ വെക്കണമെങ്കിൽ യേശുവിന്റെ മുഖത്ത് നിന്ന് നാം ദൃഷ്ടി മാറ്റരുത്. अगर आप विश्वास जीवन में आगे बढ़ना चाहते हो, डूब न जाए, पीछे हट न पाए, परेशानी ना आने पाए, तो अपनी आंग यीशु मसीह से ना हटाए। നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഓരോ ചുവടുകളും യേശുവിന്റെ മുഖത്ത്, ദൃഷ്ടിയും ഓരോ ചുവടും വെക്കുമ്പോഴും നമ്മുടെ ദൃഷ്ടി യേശുവിന്റെ മുഖത്തായിരിക്കട്ടെ. विश्वास जीवन में एक एक कदम जब हम रखते हैं, हमारा जीवन, हमारी आंख प्रभु की ओर लगे रहे। 14 അധ്യായത്തിന്റെ 29 വാക്യം വായിക്കുന്നു, വരിക എന്ന് അവൻ പറഞ്ഞു എന്ന് അവിടെ എഴുതിയിരിക്കുക. वहां हम देख सकते हैं पत्रोस को यीशु बोलता है आ। അവിടെ യേശു പറഞ്ഞ ഒരൊറ്റ വാക്ക്, വരിക എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ സകലതുമുണ്ട്. यीशु मसीह वहां बोला हुआ आ करके जो शब्द में सब कुछ है। വരിക എന്ന വാക്കിൽ നമ്മുടെ ഭാവിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. वो जो हमारा भविष्य के लिए जो कुछ भी जरूरत है, वो एक शब्द में पूरा आया हुआ है। നിന്റെ ആരോഗ്യത്തിന് വേണ്ടത്, നിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടത്, നിന്റെ ഭാവിക്ക് വേണ്ടത്, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്, നിന്റെ കുടുംബത്തിന് വേണ്ടത് എല്ലാം യേശുവിന്റെ വരിക എന്ന ഒറ്റ വാക്കിലുണ്ട്. यीशु मसीह का जो शब्द है आ, उस शब्द में आपके बच्चों के लिए, आपका भविष्य के लिए, आपकी एजुकेशन के लिए, आपकी जीवन की उन्नति के लिए सब कुछ उसी शब्द में मिला हुआ है। യേശുവിന്റെ ഒരു വാക്ക് മതി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതികൂല അവസ്ഥകളും മാറാൻ. यीशु मसीह की मुंह से निकला हुआ एक शब्द काफी है, हमारे जीवन का हर एक प्रतिकूल अवस्था हट जाएगा। ദൈവം ഒരു വാക്കല്ലേ പറഞ്ഞോളൂ ഉണ്ടാകട്ടെ എന്ന്. ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന സകല ചരാചരങ്ങളും ഉണ്ടായെങ്കിൽ, हम देखो यीशु परमेश्वर का एक शब्द है होने दे, तब देखा पूरी धरती का सब कुछ हुआ है। യേശുവിന്റെ ഒരു വാക്ക് മതി പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം ഒന്ന് മാറാൻ. यीशु मसीह का एक शब्द काफी है हमारा जीवन बदल जाने के लिए। 14 അധ്യായത്തിന്റെ 31 വാക്യം ഇങ്ങനെ വായിക്കുകയാണ്. അവിടെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, പത്രോസ് കർത്താവിന്റെ മുഖത്ത് നിന്ന് കണ്ണുകൾ എടുത്ത് ചുറ്റും നോക്കാൻ തുടങ്ങിയപ്പോൾ പത്രോസ് മുങ്ങി തുടങ്ങുകയാണ്. पत्रोस जब यीशु मसीह के मुंह से अपनी आंग जब हटाया, तब पत्रोस देखो पानी में डूबने लगा। ഹല്ലേലൂയ. കേട്ടോ മാസ്റ്ററെ? ഇല്ല, കേട്ടില്ല. അപ്പോൾ യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിക്കുന്നു എന്ന് യേശു ചോദിക്കുന്നുണ്ട്. यीशु मसीह उनसे पूछता है, हे अल्पविश्वासी, तू क्यों भयभीत हो? ഈ യേശു ചോദിച്ചതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? यीशु जो पूछा हुआ है उसका मतलब मालूम है आपको? നീ ബോട്ടിൽ നിന്നിറങ്ങിയ സമയം മുതൽ ഈ സമയം വരെയും നീ താഴാതെ വീണു പോകാതെ നീ തടന്നു, എന്നാൽ ഈ സമയം നീ എന്തിനു സംശയിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ये जो शब्द का मतलब है, जब मैंने तेरे को झील के उस पार भेजा,
तब से लेकर अभी तक तू ये नदी में, ये पानी में डूब नहीं पाया, फिर तुम क्यों संदेह कर रहे हो? ഇന്ന് ഈ സന്ധ്യാസമയത്ത് യേശു നമ്മോട് ചോദിക്കുന്ന ചോദ്യവും ഇത് തന്നെയാണ്. കഴിഞ്ഞ നാളുകളിൽ നീ തകർന്നു പോകാതെ, നീ പതറിപ്പോകാതെ നിന്നെ ഇത്രത്തോളം നടത്തിയെങ്കിൽ നീ ഇപ്പോൾ എന്തിനാണ് നീ സംശയിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. आज रात को यीशु हमसे यही सवाल पूछता है, पिछले दिनों में प्रभु तुमको अभी तक संभाला है तो आगे भी संभालने वाला है, फिर तुम क्यों संदेह कर रहे हो? ഇപ്പോൾ നീ സാഹചര്യങ്ങളെ നോക്കിയിട്ട്, നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നത്തെ നോക്കിയിട്ട് നീ ഇപ്പോൾ എന്തുകൊണ്ട് സംശയിക്കുന്നു എന്ന് യേശു ഇന്ന് പകൽക്കാലം നമ്മോട് ചോദിക്കുകയാണ്. प्रभु आपसे पूछ रहा है कि तुम्हारी जीवन के सामने का समस्या को देखकर तुम क्यों संदेह कर रहे हो करके पूछ रहा है. ഇന്ന് യേശു നമ്മോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാകുന്നു. यीशु मसीह बोला, डरो मत, ढाढ़स बांधो, क्योंकि मैं तुम्हें सामर्थ्य देने वाला हूं. നീ പടകു തുഴഞ്ഞ് തളർന്നിരിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. तुम नाव को चलाते चलाते थके हुए करके मैं अच्छी से जानता हूं. സാഹചര്യം നിന്നെ ഭയപ്പെടുത്തുന്നത് ഞാൻ അറിയുന്നുണ്ട്. तुम्हारी परिस्थिति तुमको डरा रहा करके मैं जान रहा हूं. എന്നാൽ ദൈവം നമ്മോട് പറയുകയാണ്, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ ബലമുള്ള ഭുജം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. प्रभु आपको हमको कह रहा है, हालेलुया, मैं मेरी दाहिने हाथ से तुम्हें थामा हुआ है, मैं तुम्हें सामर्थ्य दूंगा. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഹല്ലേലൂയ സ്തോത്രം, നീ ആഗ്രഹിച്ച സമയത്തല്ല മറുപടി വരുന്നത്. तुम जो प्रार्थना किया वो विषय हो सकता है तुम्हारा इच्छा के समय पर उसका उत्तर नहीं आया होगा. പല സമയങ്ങളും കടന്നു പോകും, എന്നാൽ ഒരു നാലാം യാമമുണ്ട്. ആ യാമത്തിൽ നിനക്കുള്ള ഉത്തരവുമായി ഹല്ലേലൂയ സ്തോത്രം ഞാൻ കടന്നു വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക. अनेक पहर चले जा सकता है, लेकिन चौथी पहर मेरा एक समय है, उस समय पर मैं तुम्हारे लिए उतर आऊंगा. ഇന്ന് എന്റെ വിളി കേട്ട് നീ ഇറങ്ങിയെങ്കിൽ നിന്നെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല, ഞാൻ നിന്നെ ബലപ്പെടുത്തും. मेरी नाम को सुनकर तुम निकला है तो, मुझ पर विश्वास किया है तो मैं तुम्हें लज्जित नहीं कराऊंगा. മറ്റുള്ളവർക്ക് പറയുവാൻ കഴിയാത്ത ഒരു സാക്ഷ്യം ഞാൻ നിനക്ക് നൽകുമെന്ന് ദൈവം പറയുക. कि लोग जो नहीं बोल सकता, ऐसा एक सुंदर गवाही मैं तुम्हारी मुंह से निकलाऊंगा. പ്രിയ സഹോദരങ്ങളെ, ഒന്ന് ദൈവത്തിൽ ബലമേറ്റെടുത്താട്ടെ. प्रभु का दासो, प्रभु पर सामर्थ्य पाओ. ഹല്ലേലൂയ, ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. प्रभु हमको मदद करने वाला परमेश्वर है. എന്നാൽ പ്രിയമുള്ളവരെ, ഈ നമ്മൾ പഠിച്ച ഈ അധ്യായത്തിൽ ഈ സംഭവത്തിന് ഒരു ആത്മീകമായ ഒരു മർമ്മം കൂടിയുണ്ട്. ये जो वचन के अंदर एक आत्मिक भेद भी है. നോക്കണമേ, ഈ ശിഷ്യന്മാരെ വിട്ടിട്ട് യേശു പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ശിഷ്യന്മാര് കടലിൽ വലിയ പ്രതികൂലം അനുഭവിക്കുകയാണ്. चेला लोग समुद्र के बीच में बड़े प्रतिकूल अवस्था को सामना कर रहा है. यीशु मसीह पहाड़ पर प्रार्थना कर रहा है. ഈ സംഭവത്തെ നമുക്ക് യേശുവിന്റെ ക്രൂശ് മരണവും അടക്കവും പുനരുത്ഥാനവും കഴിഞ്ഞ് യേശു സ്വർഗത്തിലേക്ക് ഉയർന്ന് പോകുന്ന ആ ഭാഗത്തോട് നമുക്ക് താരതമ്യം ചെയ്ത് പഠിക്കുവാൻ കഴിയും. एक बार हम अनुमान कर यीशु मसीह की मृत्यु और दफनाई, जी उड़कर स्वर्ग की ओर जब जाने का उस समय के अनुसार एक बार हम पढ़ेंगे. യേശു ആ ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്തു പോയപ്പോൾ യേശു പറഞ്ഞു, ഞാൻ പോയിട്ട് മടങ്ങി വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളാം. यीशु मसीह ने बोला, मैं ओलिव पहाड़ से जब प्रभु स्वर्ग की ओर यात्रा कर रहा था, बोला मैं जाकर आकर तुम्हें मेरे साथ ले जाऊंगा. ഇവിടെ നാം പഠിച്ച ആ ഭാഗത്ത് നമ്മൾ കാണുന്നു, ശിഷ്യന്മാർക്ക് ഒത്തിരി പ്രതികൂലത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. അവർക്ക് ഒത്തിരി സമയം അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു. हम देख सकता है चौथी पहर तक चेला लोगों को झील में नाव के अंदर इंतजार करना पड़ा.
അത് കഴിഞ്ഞ് ഒരു 4-ാം യാമത്തിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്തിനു മുമ്പ് ഒരു ഉദയ നക്ഷത്രം പോലെ യേശു കടലിന്മേൽ നടന്നു വന്നു. हम देखे हैं 14 पहर में एक उदय नक्षत्र की तरह यीशु मसीह देखो नाव के और लहर के ऊपर से चल के आ रहा है. വേദപുസ്തകത്തിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ യേശുവിനെ ഉദയ നക്ഷത്രത്തോട് ഉപമിച്ചിട്ടുണ്ട്. प्रकाशित अध्याय वाक्य में यीशु मसीह को उदय नक्षत्र की तरह तुलना किया हुआ है. ഇവിടെ യേശു ആദ്യം കടലിന്റെ മീതെ നടന്നു വരുമ്പോൾ യേശുവിനെ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. यहाँ जब यीशु मसीह जब चेले लोगों को पहचान नहीं पाए, जब यीशु मसीह लहर के ऊपर से पैदल चल के आ रहा था. ഈ നമ്മൾ പഠിച്ച സംഭവത്തെ യേശുവിന്റെ മടങ്ങി വരവിനോട് ഉപമിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയും. ये जो वचन को यीशु मसीह की दूसरी आगमन की जैसा हम इसको शिक्षा पा सकते हैं. ഇനി യേശു നമ്മളെ ചേർക്കുവാൻ വാനമേഘങ്ങളിൽ വരുമ്പോൾ അവനെ കാണുമ്പോൾ അവന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന നമ്മളും യേശുവിനെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയില്ല. കാരണം അവൻ തേജസ്കരിക്കപ്പെട്ട യേശുവിന്റെ രൂപത്തിലാണ് വരുന്നത്. यीशु मसीह जब हमारे लिए प्रकट होगा तब हम देख सकता है यीशु मसीह को हम भी पहचान नहीं पाओगे, क्योंकि वो बहुत बड़ा महिमा के साथ आ रहे हैं. അവൻ രാജാതി രാജാവായിട്ടാണ് കടന്നു വരുന്നത്. वो राजाधि राजा बन के आएंगे. അവൻ വാനമേഘങ്ങളിൽ വന്നിട്ട് ഈ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ അവൻ അവിടെ നിന്ന് പറയും, കയറി വരിക എന്ന് പറയും. वहां हम देख सकते हैं यीशु मसीह जैसे चेले लोगों को बोला आ, उसी जैसा बहनों को प्रभु स्वर्ग में से बोलेगा, वापस आ करके पुकारेगा. അപ്പോൾ അന്ന് നമ്മൾ ഈ പത്രോസ് കാണിച്ച അത്ഭുതം പോലെ, ഹല്ലേലൂയ സ്തോത്രം, നമ്മളും മറ്റാർക്കും മറ്റു മനുഷ്യന്മാർക്ക് കാണിക്കുവാൻ കഴിയാത്ത ഒരത്ഭുതം നമ്മളും കാണിക്കും. നമ്മൾ ജീവനോടെ വാനമേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. तब हम भी जैसे प्रेरित पत्रोस ने दिखाया उसी जैसा चमकारी काम हमारे द्वारा भी होगा. हम सब हालेलुया स्वर्ग की ओर उठा जाएंगे. അന്ന് ഈ പത്രോസ് നടന്നതുപോലെ മറ്റു ശിഷ്യന്മാർ അതിൽ നോക്കി നിന്നതുപോലെ ഈ ലോകത്തിലുള്ള ജനങ്ങൾ അത്ഭുതത്തോടെ കാണുവാനിടയായി തീരും. बाकी चेले लोग जैसे पत्रोस की ओर देखते रहा, इसी जैसा दुनिया का लोग हमको देखते रहोगे. എന്നാൽ വിശ്വാസത്തോടെ പ്രത്യാശയോടെ കാത്തിരുന്ന ജനം അത്ഭുതം ചെയ്ത് അവർ ജീവനോടെ ആ വരിക എന്ന വാക്ക് കേട്ട് യേശുവിനോട് ചേരും. वो जो आशा के साथ जो लोग धरती पर थे, हालेलुया यीशु मसीह की वापस आ करके इधर आओ करके जो शब्दों को सुनकर हम आसमानों में उड़े जाएंगे. നമ്മൾ വായിച്ച ഭാഗത്ത് 33-ാം വാക്യത്തിൽ അവസാന ഭാഗത്ത് ഇങ്ങനെ കാണുന്നു, ശിഷ്യന്മാർ എല്ലാവരും നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു എന്ന് നമ്മൾ കാണുന്നു. हम 33वां वचन में हम देख सकता है सचमुच तू परमेश्वर का पुत्र है करके उन्होंने उनको दंडवत किया. അന്ന് യേശു മടങ്ങി വരുമ്പോൾ ആ സമയത്ത് നമ്മളും അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചുകൊണ്ട് നമ്മളും പറയും, നീ വാസ്തവമായി ദൈവപുത്രനായിരുന്നു എന്ന് പറയും. जब यीशु मसीह की आगमन हमको लेने के लिए जब आएगा, आसमानों में आएगा, तब हम भी उनके सामने घुटना टेककर बोलेंगे, सच में तुम परमेश्वर का पुत्र है. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് കഷ്ടമുണ്ട്, രോഗമുണ്ട്, പട്ടിണിയുണ്ട്, എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരു സ്ഥലത്തിനു വേണ്ടി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. धरती पर भूख है, दंगा है, बहुत दर्द परेशानियां हैं, लेकिन ये कुछ भी ना हो उसी जैसे एक जगह के लिए हम तैयार हो रहा है. समय ഈ ലോകത്തിന്റെ മോഹങ്ങളിലോ പാപങ്ങളിലോ ഒന്നും നാം വീണുപോകരുത്. ये दुनिया का पाव में और इनका इच्छाओं में हम टूट न जाए. ലോകം നമ്മെ അതിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. समय है दुनिया वो उसके लिए हमको प्रेरणा देते जाएंगे. എന്നാൽ ഹല്ലേലൂയ പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരെ ചേർക്കാൻ കർത്താവ് വരാൻ സമയമായി. आशा के साथ जो बाढ़ जोने वालों को ले जाने के लिए यीशु मसीह बादलों में आने वाला है. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇന്ന് ഈ രാത്രി സമയം ഏൽപ്പിച്ചു കൊടുക്കാം. आज रात को हम अपनी आंख को प्रभु के हाथों में सौंपे. നമുക്ക് വിശ്വാസത്തോടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഈ വിശ്വാസ ജീവിതത്തിൽ യാത്ര ചെയ്യാം. हम प्रभु की ओर भरते हुए हम विश्वास के साथ ये यात्रा करेंगे. ദൈവം നമ്മെ ഒരിക്കലും കൈവിടുകയില്ല, ലജ്ജിപ്പിക്കുകയുമില്ല. प्रभु हमको कभी नहीं छोड़ेगा, कभी लज्जित नहीं करोगे. ഈ വാക്കുകളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുവാനിടയായി തീരട്ടെ.
प्रभु इस वचनों के द्वारा हम सबको आशीष दे। ഇങ്ങനെ ഒരു അവസരം തന്ന ശിവ് പാസ്റ്ററോടും നിങ്ങൾ ഓരോരുത്തരോടുമുള്ള എന്റെ നന്ദിയെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുവാനിടയായി തീരട്ടെ. ये अवसर मिला हुआ कलीसिया को, प्रभु के दासों को मैं वंदन देता हूँ। प्रभु सबको आशीष देने पाए, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. प्रभु को महिमा मिलने पाए। ആമേൻ. आमीन, हालेलुया। हम प्रार्थना करेंगे प्रभु का दास के लिए। हालेलुया, हालेलुया।